ഒരു അന്യദേശ തൊഴിലാളിയാണ് ഇതിനകത്തെ വില്ലനായിട്ട് നിൽക്കുന്നത് ഇതുവരെ. അതിലൊരാളെ ഉള്ളോ ഒന്നിൽ കൂടുതൽ ആളുണ്ടോ എന്നുള്ളത് ഇൻവെസ്റ്റിഗേഷനിലാണ് പുറത്തു അറിയേണ്ടത്. പിന്നെ ഇതിനകത്തുള്ള CCTVയുടെ ഒരു ചില ഉപകരണങ്ങൾ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഹാർഡ് ഡിസ്ക് അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അപ്പോൾ അതും വളരെ പ്രാക്ടിക്കലായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യാൻ പഠിച്ചിട്ടുള്ളൊരു വിദഗ്ധനായ ഒരു കൊലപാതകയാണ് എന്നുള്ളത് വളരെ കൃത്യം ബോധ്യപ്പെടുകയാണ്. അതുകൊണ്ട് ഹാർഡ് ഡിസ്ക് ഇത് നഷ്ടപ്പെട്ടു. പക്ഷേ ഇങ്ങോട്ട് വരുന്ന വഴിക്കുള്ള CCTVകൾ പരിശോധിച്ചാൽ ഒറ്റയ്ക്കാണോ വരുന്നത്, കൂട്ടായിട്ടാണോ വരുന്നത്, ആരെങ്കിലും സഹായിയുണ്ടോ എന്നതൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ കഴിയും. അത് ഇൻവെസ്റ്റിഗേഷനിൽ പോലീസ് നോക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അതല്ല, എനിക്ക് ഒരു അഭ്യർത്ഥനയുള്ളത്, നമ്മുടെ ഈ സമൂഹത്തിലുള്ള മുഴുവൻ ആളുകളും ഈ കാര്യത്തിൽ ഇൻവെസ്റ്റിഗേഷനെ സഹായിക്കത്തക്ക വിധത്തിൽ നിൽക്കണം. കാരണം ഇത് വളരെ സമാധാനകാംക്ഷികളായിട്ടുള്ള ആളുകൾ ജീവിക്കുന്ന ഒരു പ്രദേശമാണ്. നിഷ്ഠൂരമായി ഈ സംഭവം ഈ നാടിനെ നടുക്കിയിരിക്കുകയാണ്. അതിൻ്റെ ഉത്തരവാദികളെ കണ്ടെത്തിയേ മതിയാവും. അതുകൊണ്ടാണ് ഇൻവെസ്റ്റിഗേഷൻ്റെ മുൻപന്തിയിൽ നിൽക്കേണ്ട പോലീസ് അവർക്ക് എന്ത് സഹായം വേണമെങ്കിലും ഞങ്ങൾ നാട്ടുകാർ എന്നുള്ള നിലയിൽ ചെയ്തു കൊടുക്കും. അതേസമയം നമുക്കതിൻ്റെ ഉത്തരവാദികളെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയുള്ള നടപടിയുണ്ടാകും.